ഓം നമോ ഭഗവതേ വാസുദേവായ. പ്രിയ സജ്ജനങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. സത്സംഗവേദിയിൽ നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലെ 11-ാം അധ്യായമായ വിശ്വരൂപ ദർശന യോഗത്തിലെ 43 ശ്ലോകങ്ങളാണ് പൂർത്തിയാക്കിയത്. ഇന്ന് നമുക്ക് 44-ാമത്തെ ശ്ലോകം നോക്കാം. തസ്മാത് പ്രണമ്യ പ്രണിധായ കായം പ്രസാദയേ ത്വാമഹമീശമീഢ്യം പിതേവ പുത്രസ്യ സഖേവ സഖ്യോർ പ്രിയപ്രിയായാർഹസി ദേവസോഢും. തസ്മാത് അതുകൊണ്ട്, കായം പ്രണിധായ ദേഹം മുഴുവനും താഴ്ത്തി, അതായത് സാഷ്ടാംഗം, പ്രണമ്യ നമസ്കരിച്ചിട്ട്, അഹം ഞാൻ, ഈശം സർവലോകനാഥനും, ഈഢ്യം അഭിവന്ദ്യനുമായ, ത്വാം അങ്ങയെ, പ്രസാദയേ പ്രസാദിപ്പിക്കുന്നു, പിതാ പുത്രസ്യ ഇവ പിതാവ് പുത്രൻ്റേതെന്ന പോലെയും, സഖാ സഖ്യുർ ഇവ സുഹൃത്ത് സുഹൃത്തിൻ്റേതെന്ന പോലെയും, പ്രിയ പ്രിയായ ഇവ പ്രിയൻ പ്രിയയുടേതെന്ന പോലെയും, ദേവ ഹേ ദേവ, സോഢും അർഹസി എൻ്റെ അപരാധം അങ്ങ് ക്ഷമിക്കണം. ആ വിശ്വരൂപ ദർശനത്തിന് ശേഷം അർജുനൻ ഭഗവാനെ സ്തുതിച്ചുകൊണ്ടേയിരിക്കുകയാണ്, നമസ്കരിക്കുകയാണ്. ഇപ്പോഴിതാ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് ക്ഷമ ചോദിക്കുകയാണ്, ക്ഷമിക്കണം എന്ന് പറയുകയാണ്. എന്തിനാണ് ക്ഷമിക്കുന്നത്? അതാണ് ഈ ശ്ലോകം പറയുന്നത്. അതുകൊണ്ട് സാഷ്ടാംഗം നമസ്കരിച്ചിട്ട്, ഞാൻ സർവലോകനാഥനും അഭിവന്ദ്യനുമായ അങ്ങയെ പ്രസാദിപ്പിക്കുന്നു, അങ്ങെന്നിൽ പ്രസാദിക്കണം. ഒരു പിതാവ് പുത്രൻ്റെ എന്ന പോലെയും, സുഹൃത്ത് സുഹൃത്തിൻ്റേതെന്ന പോലെയും, ഭർത്താവ് ഭാര്യയുടേതെന്ന പോലെയും, ഹേ ദേവ, എൻ്റെ അപരാധങ്ങൾ അങ്ങ് ക്ഷമിക്കണം. ഇതാണ് അർജുനൻ പറയുന്നത്. സകല ജീവജാലങ്ങൾക്കും ആരാധ്യനായ ഭഗവാനെ, അങ്ങയെ ഞാൻ സാഷ്ടാംഗം പ്രണമിക്കുന്നു. എന്നിൽ പ്രസാദിച്ചാലും, ഒരു മകൻ്റെ തെറ്റിനെ അച്ഛൻ പൊറുക്കുന്നത് പോലെ, ഒരു സുഹൃത്തിൻ്റെ അവിവേകത്തെ ഒരു സുഹൃത്ത് പൊറുക്കുന്നത് പോലെ, ഭാര്യയുടെ പെരുമാറ്റത്തെ ഭർത്താവ് പൊറുക്കുന്നത് പോലെ, ഞാൻ അങ്ങയോട് ചെയ്തിരിക്കാവുന്ന പിഴകൾ അങ്ങ് ക്ഷമിക്കണമേ. ഇതാണ് അർജുനൻ ആവശ്യപ്പെടുന്നത്. കൃഷ്ണൻ ആരാണെന്ന് മനസ്സിലാക്കാതെ, കേവലം ഒരു ചങ്ങാതിയോടെന്ന പോലെയും, യുദ്ധമുഖത്ത് തൻ്റെ തേര് തെളിക്കാൻ വന്ന ഒരു തേരാളിയോടെന്ന പോലെയും അർജുനൻ പെരുമാറിയിട്ടുണ്ട്. പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്, കളിയാക്കിയിട്ടുണ്ട്, ദേഷ്യപ്പെട്ടിട്ടുണ്ട്. ഇതെല്ലാം യഥാർത്ഥത്തിൽ കൃഷ്ണൻ ആരാണ് എന്ന് മനസ്സിലാക്കാതെയാണ് അർജുനൻ ഇത്രയും നാളും ചെയ്തത്. ഇപ്പോഴാണ് അർജുനന് മനസ്സിലാവുന്നത്, തൻ്റെ കൂടെ നടക്കുന്നത്, ഇതുവരെ നടന്നത് സാക്ഷാൽ ജഗദീശ്വരനാണെന്ന്. അതുകൊണ്ടാണ് അദ്ദേഹം മാപ്പ് ചോദിക്കുന്നത്. എന്തെങ്കിലും അവിവേകം തൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ടെങ്കിൽ തൻ്റെ അജ്ഞത കൊണ്ടാണത്,
ഭഗവാൻ ആരാണെന്ന് അറിയാത്തത് കൊണ്ട് പറ്റിപ്പോയതാണ്. അതുകൊണ്ട് അതിനെല്ലാം അങ്ങ് എനിക്ക് മാപ്പ് നൽകണം എന്നാണ് അർജുനൻ ഈ ശ്ലോകത്തിലൂടെ പറയുന്നത്. അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം നോക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓം നമോ ഭഗവതേ വാസുദേവായ.